ഡയറക്ടറിനെ കുറച്ച് ചേച്ചിക്ക് പറ്റിയ പടി സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഈ പടം ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഈ പടത്തിൽ പ്ലക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ പീക്ക് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ സന്തോഷവാനായിട്ട് തിരിച്ചു പോകും. കേരളത്തിൽ 3 മണിക്കൂർ പ്ലക്ക് ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഡെഡിക്കേഷൻ പോയി അച്ഛാൻ வருது படம் ஃபுல்லா கிராபிக்ஸ் பண்றது கத்திக்கிட்டே இருக்கானுங்க. கதையே இல்ல ஜி, அப்பா பையன் 2 பேரு, அவ்வளவுதான் ஜி கதையே. അവരാധം എന്നൊക്കെ പറഞ്ഞാൽ തിരുവോണമായിട്ടുണ്ടല്ലോ. പ്രതീക്ഷിച്ച പടം തന്നെയാണ്, കാട്ടവരാധ പടം തന്നെയാണ്. ഇതേപോലെ കാട്ടവരാധം എക്സ്പെക്ട് ചെയ്തു. എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ വെടിവെപ്പാണ്. ഏത് രീതിയിൽ നോക്കിയാലും വെടിവെപ്പാണെന്നാണ് പറയുന്നത്. നമസ്കാരം. ടോക്സിക് മൂവി, നമ്മൾ ഒരുപാട് സിനിമയുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരാൾ ചിലപ്പോൾ നല്ലത് പറയും, ചിലർ മിസ്റ്റേക്കുകളൊക്കെ എടുത്ത് പറയും. അപ്പം നല്ലതെന്നും പറയുന്നവരുണ്ട്, ഒരു സിനിമയെ തന്നെ നല്ലവരെന്ന് പറയുന്നവരുണ്ട്, അത് മോശമാണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ ടെക്നിക്കൽ സൈഡ് മോശമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയ്ക്ക് മൊത്തം റിവ്യൂവേഴ്സും അല്ലെങ്കിൽ കാണുന്നവരും ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ഒരു സിനിമ അത് ടോക്സിക് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയേ, ടോക്സിക്കിനെ ഇതുപോലെ വലിച്ചു കീറുന്നു, അത്രയും വലിച്ചു കീറുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പടം അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സ്ത്രീകളെ വല്ലാത്ത രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഗീതു മോഹൻദാസും ഇതുപോലെ പാർവതി തിരുവോത്തൊക്കെ ഒരു സമയത്ത് ഈ മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയ്ക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിരുന്നു. മമ്മൂട്ടി ആണെങ്കിൽ ആ ഒരു സീനിൽ ഒരു പെണ്ണിന്റെ യൂണിഫോമിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അപ്പൊ ആ സീനൊക്കെ വെച്ചിട്ട് അവരന്ന് ഒരുപാട് മമ്മൂട്ടിക്കെതിരെയും സംവിധായകർക്കെതിരെയൊക്കെ ഇവര് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു ഗീതു മോഹൻദാസ് ആണോ ഇങ്ങനെ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോകുമെന്നാണ് പലരും പറയുന്നത്. എന്ന് വെച്ചാൽ ഗീതു മോഹൻദാസ് ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി പൈസ എന്ന് പറയുന്ന സംഭവം കയ്യിൽ വരുമ്പോൾ പിന്നെ അതിനകത്ത് എത്തിക്സ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരുപാട് പേരും ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് മാതൃഭൂമിയിൽ ഒരു ന്യൂസ് ഞാൻ കണ്ടു. ആ ന്യൂസ് കണ്ടപ്പോഴാണ് ഇത്രയും പേര് നെഗറ്റീവ് പറഞ്ഞിട്ടും മാതൃഭൂമി ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറയുന്നു. അതായത് നമുക്ക് ആ മാതൃഭൂമി പറഞ്ഞത് ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. അതിന്റെ മാതൃഭൂമിയുടെ വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: യശുവിന്റെ സ്വാഗ്, നയൻതാരയുടെ മാസും കിയാരയുടെ ക്ലാസും, ഞെട്ടിച്ച് ഗീതു മോഹൻദാസിന്റെ ടോക്സിക്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഈ പറയുന്ന പ്രേക്ഷകരാണ്, ഈ കാണാൻ പോയവർ. അവരുടെ പൈസയും പോയി, എന്നാൽ കാണിക്കുന്നത് മൊത്തം ഒട്ടും കാണിക്കുന്നുണ്ടോ അതും ഇല്ലെന്നാണ് അവിടെ പരാതി. കാരണം 80+ ആണ് കൂടുതലും. അതിനകത്ത് കാണിക്കുന്ന പോലും 2 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർ സങ്കടം പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ലായിരുന്നു, കുറച്ചുകൂടെ കൂടുതൽ കാണിക്കണമായിരുന്നു, അങ്ങനെയെങ്കിലും പൈസ മുതലായേനെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ ഈ മാതൃഭൂമിയിൽ ഇതിനകത്ത് പറയുന്നത്, KGF പരമ്പരയോടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നടനാണ് യശ്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലെത്തിയ യശ് ചിത്രമാണ് ടോക്സിക്. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ വൻ താരനിര അണിനിരുന്ന ചിത്രം മാസും ക്ലാസും ഒരുപോലെ ഒത്തുചേർന്ന മികച്ച തിയേറ്റർ അനുഭവമാണ്. കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ തന്നെ സംവിധായിക എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ നടി ഗീതു മോഹൻദാസ് ലേസ് ഡൈസ്, നിവിൻ പോളി നായകനായ മൂത്തോൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമാണ് ടോക്സിക്. 87ാം ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു ഗീതുവിന്റെ ലയേഴ്സ് ഡൈസ്. 3ാം ചിത്രമായ ടോക്സിക്കിൽ യശ്, നയൻതാര, കിയാരി അദ്വാനി, രുക്മിണി വസന്ത്, താര സുതാരിയ, കുമാ ഖുറൈഷി, സുദേവ് നായർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലുള്ളത്. ഗോവയിലാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, ആക്ഷനും വയലൻസിനും മാസിനും പ്രാധാന്യമുള്ള മറ്റൊരു യശ് ചിത്രം തന്നെയാണ് ടോക്സിക്. എന്നാൽ അതിനപ്പുറം ചിത്രത്തെ മികച്ചതാക്കുന്ന മറ്റു ചില ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനം സ്ത്രീപക്ഷത്ത് എന്നുള്ള തിരക്കഥയാണ്. കിയാര അദ്വാനി അവതരിപ്പിക്കുന്ന നാദിയ, നയൻതാരയുടെ ഗംഗ, ഹുമാ ഖുറൈഷിയുടെ എലിസബത്ത്, താര സുതാരിയുടെ റബേക്ക, രുക്മിണി വസന്തിന്റെ മെല്ലിസ എന്നിവ ഗാങ്സ്റ്റർ സിനിമയിൽ വെറുതെ വന്നുപോകുന്ന സ്ത്രീ സാന്നിധ്യങ്ങളല്ല. സാങ്കേതികമായി ഏറ്റവും മികച്ച ദൃശ്യവിരുന്നാണ് ഗീതു പ്രേക്ഷകർക്കായി തിയേറ്ററിൽ ഒരുക്കിയത്. രാജീവ് രവിയുടെ ഫ്രെയിമുകളും രവി ബ്രസൂറിന്റെ പശ്ചാത്തല സംഗീതവും മികച്ചു നിൽക്കുന്നു. യഷിന്റെ വധുവ് ചേരുവകളുള്ള ഒരു ഗ്യാങ്സ്റ്റർ ചിത്രം തന്നെയാണ് ടോക്സിക്. എന്നാൽ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് അതിനും മുകളിലാണ്. കലാപരമായും സാങ്കേതികമായും ഏറെ ഉയർന്നു നിൽക്കുന്ന ചിത്രം നടത്തുന്ന പരീക്ഷണങ്ങൾ കൊണ്ടുകൂടിയാണ് കയ്യടി അർഹിക്കുന്നത്. അപ്പം ശരിക്കും കയ്യടി നേടി സിനിമ മുന്നോട്ട് പോകുന്നു എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് താഴെ ഞാൻ കുറച്ച് കമന്റുകളൊക്കെ കൊണ്ടു. അതിനകത്ത് പൈസ വാങ്ങിച്ചാൽ ഇങ്ങനൊന്നും എഴുതല്ലേ, പ്രേക്ഷകരെ പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടതില് ഈ മാതൃഭൂമി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലത് പറഞ്ഞത്. ബാക്കി ആ റിവ്യൂവും യൂട്യൂബിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ മൊത്തവും നെഗറ്റീവാണ് പറയുന്നത്. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയവർ വരെ ഇതിനെ ട്രോളി കൊല്ലുക എന്ന് തന്നെ പറയാം. അതുപോലെയാണ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാതൃഭൂമിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് നല്ലതാണെന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. അപ്പൊ കണ്ടവരെന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം. അപ്പൊ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം ഓരോന്ന് കേൾക്കാം, എന്നിട്ട് അതിൽ നിന്ന് തുടങ്ങാം. ഡയറക്ടറിനെ കുറച്ച് ചേച്ചിക്ക് പറ്റിയ പടി സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഈ പടം ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഈ പടത്തിൽ പ്ലക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ പീക്ക് എടുത്തിട്ടുണ്ട്. കുറെ സീൻസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഹോളിവുഡ് ലെവലിൽ കിടില ഫ്രെയിമൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലക്കൽ പടം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ച്.
ഗീതു മോഹൻദാസ് ഇതൊക്കെ കേട്ടിട്ട് എന്ത് മറുപടി പറയുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഗീതു മോഹൻദാസ് ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചതിനെതിരെയൊക്കെ ഒരുപാട് പത്രസമ്മേളനം നടത്തുകയും സിനിമയിലെ പല സംവിധായകരെയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഗീതു മോഹൻദാസ് എടുത്തു വെച്ചിരിക്കുന്ന സിനിമ ഇതുപോലൊരു പ്ലക്കൽ സിനിമയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ഒരാൾ മാത്രമല്ല, പലരും ഇതാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ തമിഴിലെ തിയേറ്റർ റിവ്യൂ കണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹിന്ദിയിലെ കണ്ടായിരുന്നു. എല്ലാം 80+ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇങ്ങനെ ഒരു സിനിമ എടുത്ത് വെച്ചത് എന്നൊരു ചോദ്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത്രമാത്രം സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ആളാണല്ലോ. അപ്പൊ കാശ് എന്ന് പറയുന്ന സംഭവം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിക്സ് ഒന്നും വലിയ വിഷയമില്ല എന്നാണ് ഗീതു മോഹൻദാസിന്റെ ഭാഗം എന്ന് പറഞ്ഞ് ഗീതു മോഹൻദാസിനെ ട്രോളുന്നവരുമുണ്ട്. ഈ ടോക്സിക് ആണെന്ന പാർവതി തിരുവത്തിന്റെ കണ്ണ് ഇളകി താഴെ വരും. ഗീതു മോഹൻദാസ് അങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചേക്കണം. കാരണത്തുള്ള കളികളും വെടിവയ്പും പഴയ സംവിധായകരൊക്കെ തിരിച്ചു വരുന്ന പോലെയാണ് ഗീതു മോഹൻദാസ് സിനിമ മേക്ക് ചെയ്ത് വെച്ചേക്കണം. ടോക്സിക് അല്ല, ഓണവെടി ആശംസകൾ എന്ന് മാത്രമാണ് എനിക്ക് ഈ സിനിമ പറയുന്നത്. ഈ സ്ത്രീ വിരുദ്ധയുടെ അഴിഞ്ഞാട്ടം, ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്താൻ പറ്റൂ അങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറയുന്നത്. പല സിനിമകളിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും പക്ഷെ ഈ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചോദ്യവുമായി ഇറങ്ങുന്ന ഒരു പറ്റം നടികളുണ്ട്, ഒരു പറ്റം സംഘടനകളുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ 90% ആൾക്കാരും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു സ്ത്രീ വിരുദ്ധ സിനിമയാണ്, സ്ത്രീകളെ അത്രയും മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു, സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് 80+ പോലെയാണ്, കിന്നാരത്തുമ്പികൾ സ്റ്റൈലിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, മൊത്തത്തിൽ കാണിച്ചില്ലെങ്കിലും അത്യാവശ്യം എല്ലാം കാണിക്കുന്നുണ്ട്. ചിലരുടെ പരാതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മിനിറ്റേ ഉള്ളൂ, അതിൽ കൂടുതൽ കൂടെ അതൊന്നും ആക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ ട്രോളി പറയുന്നവരും ഉണ്ട്. മമ്മൂട്ടിയുടെ കസബ വന്നപ്പം അത്രയും പത്രസമ്മേളനം നടത്തുകയും അതിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്ത ബാക്കിയുള്ള സംഘടനകളും നടിമാരും ഒക്കെ എവിടെ? ഇവര് IFFK വേദിയിലിരുന്ന് ഒരു മമ്മൂക്ക ഒരു പെങ്കൊച്ചിന്റെ ഇടുപ്പിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് സ്ത്രീ വിരുദ്ധയാണെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുകയും മോശപ്പെട്ട ചിന്താഗതി ഉയർത്തുകയും ചെയ്ത ഗീതുവിനെ പോലൊരു സംവിധായക, മികച്ച സംവിധായക, കാരണം മൂത്തോൻ എന്ന മികച്ച ഒരു സിനിമ എടുത്ത സംവിധായക ഇമാതിരി ഒരു വാണപ്പടം എടുത്തതിൽ ലജ്ജയുണ്ട്. കാരണം സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഇമാതിരി ഒരു വാണപ്പടം എടുത്ത് വെച്ചേക്കുന്നത്. കാരണം ചുരുക്കം പറഞ്ഞാല് ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ഈ ഗീതു മോഹൻദാസ് ഒരു ലേഡിയാണ്, ആ ലേഡി തന്നെയാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിക്കെതിരെയും അല്ലെ ആ സിനിമയ്ക്കെതിരെയും കസബ എന്ന സിനിമയ്ക്കെതിരെയൊക്കെ സംസാരിച്ചത്. എന്നിട്ട് ഗീതു മോഹൻദാസ് എടുത്തു വെച്ചിരിക്കുന്ന സിനിമ ഏത് രീതിയിലുള്ളതാണ് എന്നാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്ന് വെച്ചാൽ അതുപോലത്തെ കളികളാണല്ലോ അന്ന് കളിച്ചത്. കാറിനകത്തിരുന്ന് കളി, സിനിമ തുടങ്ങുന്ന അവസാനം വരെ കളി മാത്രമേ ഉള്ളൂ. കളി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീ പുരുഷൻ കളിയെന്നല്ല, ഇത് വേറെ രീതിക്കുള്ള ടോക്സിക് ചിന്താഗതി കളി. ഇത് സാധാരണ കിന്നാരത്തുമ്പി ഒന്നുമല്ല, അതിലും കുറച്ച് വെറൈറ്റി ആയ കിന്നാരത്തുമ്പിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. ഇതിനെയാണ് മാതൃഭൂമി പറഞ്ഞത് നല്ല സിനിമയാന്നൊക്കെ മാതൃഭൂമി പറയുന്നു. എന്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ സന്തോഷവനായിട്ട് തിരിച്ചു പോകും കേരളത്തിൽ. 3 മണിക്കൂർ പ്ലക്ക് ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഡെഡിക്കേഷൻ പോയി അച്ഛന് പ്ലക്കടാക്കി കാണിക്കാൻ എടുത്തു വെച്ച പടം. ഒരു അച്ഛന്റെ മനസ്സിലെ കഥകൾ നീരെ പറയുന്ന ഒരു അച്ഛൻ, അതാണ് ഈ ആഷി സിനിമയിൽ കാണാൻ പറ്റും. ടോക്സിക് എന്നുള്ള പേരിന് വരെ കിന്നാര തുമ്പികൾ എന്നാണ് ഇടേണ്ടത്. ടോക്സിക് കാണാം. ഗീതു മോഹൻദാസ് നല്ല പണ്ണലാണ് പണി വെച്ചേക്കണത്. കാണാൻ വരണ പയ്യന്മാരത് പറയണം, പ്രത്യേക ശ്രദ്ധയ്ക്ക് 4 ചട്ടിയെങ്കിലും ഇട്ടോണ്ട് വരണം, അല്ലാതെ ഈ പടം കാണാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡയലോഗാണിത്. സിനിമ കാണാൻ വരുന്ന പിള്ളേരെ ഇത്ര ഇട്ടോണ്ട് വരണം എന്ന് പറയുന്നത്. അത്രയ്ക്ക് മോശമാണ് ആ പടം. ആ ലേഡീസിനെ അങ്ങനെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ മൊത്തത്തിൽ വെടിവെപ്പാണ്, ആദ്യം മുതൽ അവസാനം വരെ വെടിവെപ്പാണ്. ഏത് രീതിയിൽ നോക്കിയാലും വെടിവെപ്പാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പുള്ളി പറഞ്ഞ ഈ ഒരു ഭാഗമാണ്. പക്ഷെ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ആ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നവരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. ഇതെന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന്. ഗീതു മോഹൻദാസിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല. ആരും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ ഗീതു മോഹൻദാസ് അങ്ങനെയാണല്ലോ. ഇതത് നയൻതാരയ്ക്കും മറ്റുള്ളവർക്കെല്ലാം നല്ല സീൻ കൊടുക്കുകയും എന്നാൽ ബാക്കിയുള്ള ലേഡീസ് ഉണ്ടല്ലോ ആ സിനിമയിൽ സൈഡ് റോളിലൊക്കെ വന്നിട്ട് പോകുന്നവരായിരിക്കാം, അവരെ എല്ലാം ശരിക്കും ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ മനസ്സിലാകുന്നത്. എന്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നോ 100% എന്റെ എക്സ്പെക്ടേഷൻ നീതി പുലർത്തി. കാരണം കാട്ടാവരാതെ എക്സ്പെക്ട് ചെയ്തൊന്ന് കാട്ടാവരാത്തിന്റെ മേലെ നിൽക്കുന്ന ഓണത്തിന് നമുക്ക് വന്ന് 3.5 മണിക്കൂറോളം ഇരുന്ന് സുഖമായിട്ട് തിയേറ്ററിനകത്ത് കിടന്ന് ഉറങ്ങാം. ഡയലോഗ് എഴുതിയവനെ കയ്യിൽ കിട്ടണം. എന്താപ്പോ ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതി KGF-ന്റെ എക്സ്പെക്ടേഷനിൽ വന്നിട്ട് നമ്മൾ മറ്റേ കാർട്ടൂൺ കണ്ടിറങ്ങിയ ഒരു ഫീൽ അത്രേ ഉള്ളൂ. പ്ലക്കുന്നു വരുന്നു പോകുന്നു. ഹോളി ലെവലിൽ പ്ലക്കാണ് ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓണം
3G ആക്കി തരുന്ന ഒരു പടം. ഇതൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. അത് ഇവിടെ മലയാളികൾ മാത്രമല്ല കേട്ടോ, തമിഴിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. തമിഴ് കണ്ടിട്ടിറങ്ങുന്നവരും ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ചൊന്നും അവർ ഇതേ അഭിപ്രായം തന്നെയാണ് അവർക്കും. എല്ലാം 80+ഉം അതുപോലെ തന്നെ എല്ലാം വെടിയും പുകയും മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച് വന്നതുപോലെ അല്ല സിനിമ എന്നാണ് അവരും പറയുന്നത്. എന്തായാലും നമുക്ക് അതുകൂടെ കേൾക്കാം. வருது படம் ஃபுல்லா கிராபிக்ஸ் பண்றது கத்திக்கிட்டே இருக்கானுங்க ஜி. கதையே இல்ல ஜி. அப்பா பையன் 2 பேரு, அவ்வளவுதான் ஜி கதையே. அவ்வளவுதான். கேஜிஎஃப்லாம் கம்பேர் பண்ணாங்க, இது வேஸ்ட். இது இல்ல ப்ரோ, ஃபுல்லா சண்டை தான் ப்ரோ. ஃபுல்லா சண்டை தான் போடுறானுங்க, கதையே இல்ல. எதுக்குடா வந்தாங்க மேட்ச் வரலாம் ஆடியன்ஸ்லாம் வாய்ப்பே இல்லை. ட்ரெய்லர் பார்த்து ரொம்ப எதிர்பார்த்து வந்தோம்னா ஃபர்ஸ்ட் ஹாஃபுக்குள்ள ஓகே, ஃபர்ஸ்ட் ஹாஃப்ல 18+ ஆச்சு. பட் இருந்தாலும் ஃபர்ஸ்ட் ஹாஃப் எங்களுக்கு பார்த்து முடிச்சு என்னடா அது படம் அப்படி இருக்கேன்னு யோசிச்சோம். செகண்ட் ஹாஃப் அது எப்படா வெளியே போன்ற மாதிரி ஆயிடுச்சுண்ணா. இல்லை பேண்டியா படம் அது நான் சுத்தமாக இல்லைண்ணா. செகண்ட் ஹாஃப் ஒன்றுமே இல்லைண்ணா, யாருமே அரோடுண்ணா. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, 80+ ആണെങ്കിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നായിപ്പോയെന്നാണ് പുള്ളി പറയുന്നത്. ரொம்ப ரொம்ப மோசமா இருந்துச்சு. கொஞ்சமா ப்ரோ 3 வருஷம் எடுத்துருக்காங்க ப்ரோ. இந்த இதையாடா 3 வருஷம் ஒட்டிக்கிட்டு இருக்கீங்க அப்படின்ற மாதிரி தான். இந்த பறவை முடியம்மா காமெடியில வந்து இதையாடா நைட்டு ஃபுல்லா ஒட்டிக்கிட்டு இருக்கீங்கம்பாங்கல்ல, இந்த கருமத்தையாடா 3 வருஷம் எடுத்தீங்க அப்படின்ற மாதிரி இருந்துச்சு. 3 വർഷം 4 വർഷം മെനക്കെട്ടാണ് ഈ സിനിമ എടുത്തതെന്നാണ് പറഞ്ഞത്. ഇത്രയ്ക്ക് മെനക്കെട്ടു എന്നാണ് പറയുന്നത്. ഈ കർമ്മം കാണാനാണോടാ ഞങ്ങൾ 4 വർഷം ഇതൊക്കെ ഷൂട്ട് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല സിനിമ. ഈ 600 കോടി 500 കോടിയൊക്കെ മുടക്കിയാണ് ഈ സിനിമ എടുത്തതെന്ന് പറയുന്നത്. ഈ സിനിമ കണ്ടിട്ടിറങ്ങുന്നവർ എവിടെ മുടക്കിയെന്നാണ് ഈ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. എനിക്കൊന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ചുമ്മാ പോയി കാണും, ടൂർ പോകുന്ന പോലൊക്കെ പോയി കാണും ഷൂട്ട് ചെയ്യാനൊക്കെ. എന്തായാലും ആ പ്രൊഡ്യൂസറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. 600 കോടി പോവുകയും ചെയ്തു, എന്നാൽ വല്ലതും കിട്ടുമോ? ഇങ്ങനെ പോയാൽ എന്തെങ്കിലും സിനിമയിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും കിട്ടാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ 100ക്ക് 95% അല്ലെങ്കിൽ 96% ആൾക്കാരും ഈ പടത്തെ വളരെ മോശമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇതേപോലെ കാട്ടവരാതെ എക്സ്പെക്ട് ചെയ്തു, എനിക്ക് കാട്ടവരാതെ കിട്ടി. ഇത് ടോക്സിക് ടോർച്ചർ എന്നാണ് പറയാം. പാനിന്റെ മാലപ്പടക്കം ഗീതു മോഹൻദാസ് യൂഷ്വലി പ്രതീക്ഷ പോലെ തന്നെ തേച്ചൊട്ടിച്ച യശിന് 3 മണിക്കൂർ ഇരുന്നതിന്റെ അപരാധം. പാവം യശിന്റെ അവസ്ഥ 4 വർഷത്തെ ഡെഡിക്കേഷനൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. കോമഡിയില് ഇത് മലങ്കൾട്ടിന് മേലെ അശ്വന്ത് തോക്കിന് ആഘോഷരാവ് തന്നെ, ആർക്കും സഹിക്കാൻ പറ്റില്ല. ഈ ഒരാഴ്ചയ്ക്ക് വാഷ് ഔട്ടിലേക്കാണ് പടം പോകാൻ പോകുന്നത്. ഇത് രാജീരവിയുടെ ക്യാമറ വർക്കും കുറച്ച് VFX മാത്രം കൊള്ളാം. ബാക്കി ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നാടകം, A ക്ലാസ് നാടകം പോലെ ചെയ്ത് യശിന് പണി കൊടുത്തിട്ടുണ്ട്. അപരാധത്തിന് മേലെ എന്താ പറയണ്ട, മലങ്കൾട്ടിന് മേലെയുള്ള രീതിയിൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ. ആ ലെവലില് അപരാധിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല കൊള്ളത്തില്ല, പ്രതീക്ഷിച്ച പടം തന്നെയാണ്, കാട്ടാവരാധ പടം തന്നെയാണ്. ഒട്ടും കൊള്ളത്തില്ല പടം. അപ്പൊ കേട്ടല്ലോ, ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ. ഒരു മനുഷ്യൻ പോലും ഈ സിനിമയെ കുറിച്ച് നല്ലത് പറയുന്നില്ല. എന്താണ് മാതൃഭൂമി അതിനെ ഭയങ്കര ക്ലാസിക് മാസും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. എന്തായാലും ഇത് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം പറയണം. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസിന്റെ സൈഡിൽ നിന്നൊക്കെ നല്ലൊരു സിനിമ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ യശൊക്കെ അന്വയിച്ചിരുന്നപ്പോൾ നമുക്കറിയാം KGF ഒക്കെ എന്ന് പറഞ്ഞാൽ 1ഉം 2 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരുന്നു, ആ സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു. അതുപോലെ നല്ല അഭിപ്രായമായിരുന്നു ഫസ്റ്റ് ഷോ കഴിയുമ്പോഴേ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേ അമിട്ട് പൊട്ടി എന്നുള്ളതാണ്. യശിനെ കിട്ടിയിട്ട് അത്രമാത്രം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നറിയാതെ ചുമ്മാ ഒരു കാട്ടിക്കൂട്ടൽ എന്നാണ് എല്ലാവരും പറയുന്നത്. യശിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ യശിന്റേതായ രീതിയിൽ യശിനെ അവതരിപ്പിക്കണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു KGF പോലെയൊക്കെ വിചാരിച്ചെടുത്തതായിരിക്കാം. പക്ഷെ പടം പണി കിട്ടി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ടോക്സിക്കിനെ കുറിച്ച് ഇപ്പം നിലവിൽ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാണാൻ പോകുന്നവർക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, കാണാൻ പോകുന്നവരോട് എന്നുള്ളത് കൂടി നിങ്ങൾ പറയുക. ഓക്കെ, നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ അത് മോശമാണെങ്കിൽ എന്താണെന്ന് പറയുക. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നില്ല, മലയാളത്തിൽ കാണുന്നവരോടാണ്. മലയാളത്തിൽ കാണുന്ന ഡബ് ചെയ്തിരിക്കുന്നത് അതിലും ഭയങ്കര മോശമായിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. യശിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കേട്ട് കണ്ണുനീര് വന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതുപോലെ വളരെ മോശം ഡബിങ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. കണ്ടവർ അഭിപ്രായം പറയുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.